ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിന്റെ 32-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ട്രാക്ഷന്റെ ഒരു സിംപ്ലസ്റ്റ് മെത്തേഡ് ആണ്. എല്ലാ നമ്പേഴ്സിലും യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ചില നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ഈ സബ്ട്രാക്ഷൻ എങ്ങനെ ചെയ്യാം, സബ്ട്രാക്ഷൻ നമുക്കറിയാം. അപ്പം സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്ത നമ്പേഴ്സിൽ നിന്ന് കടമെടുക്കുക എന്നുള്ളൊരു മെത്തേഡൊക്കെയാണ് നമ്മൾ നോർമൽ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. അത് ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ടെക്നിക്കാണ് മാജിക് ഓഫ് സബ്ട്രാക്ഷൻ നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നേരിട്ട് ട്രിക്കിലേക്ക് പോകാം. അപ്പൊ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ മാജിക് ഓഫ് സബ്ട്രാക്ഷനിൽ വരുന്നത് ഈ സബ്ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ 6000 - 589 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 0-ൽ നിന്ന് 9 സബ്ട്രാക്ട് ചെയ്യണം. തെറ്റില്ല എന്ന് പറയും. അപ്പൊ അടുത്തതിലേക്ക് പോകും, 0 ആണ്, അവിടുന്നും കിട്ടില്ല. അടുത്തതിലേക്ക് പോകും, 0 ആണ്, അവിടുന്നും കിട്ടില്ല. 6ലേക്ക് പോകും, അവിടുന്ന് ഒന്ന് അങ്ങോട്ടേക്ക് എടുക്കും, അല്ലെ? അങ്ങനെ എടുത്ത് ഇവിടെ 10 വരും. 10 ആ ഒരു മെത്തേഡാണ് നമ്മൾ നോർമൽ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആൻസർ കിട്ടുന്നത്. പക്ഷെ അതിന് പകരം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാം? 6000 - 589 ആണ്. ചില നമ്പേഴ്സ്, ഇങ്ങനെയുള്ള നമ്പേഴ്സ് വരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. 6000 - 589 ആണ്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 6000 ആണ് മുകളിലുള്ളത്, 589 ആണ് താഴെയുള്ളത്. 6000-ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യാം, ഇവിടുന്നും 1 സബ്ട്രാക്ട് ചെയ്യാം, അല്ലെ? -1 സബ്ട്രാക്ട് ചെയ്യാൻ എളുപ്പമാണ്. 1 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ 6000 - 1 എന്ന് പറയുന്നത് 5999 ആണ്. മൈനസ് 589-ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 588 കിട്ടും. ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറും ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസറും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഇത് സബ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് കഴിയും. കാരണം വലിയ നമ്പർ താഴെയും ചെറിയ നമ്പർ മുകളിലും ചെറിയ നമ്പർ താഴെയാണുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് നമ്മൾ അപ്പുറത്ത് കടമൊന്നും എടുക്കണ്ട, നേരിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 9 - 8 1 ആണ്. 9 - 8 1, 9 - 5 4, 5. ആൻസർ കംപ്ലീറ്റ് ആയി. ഇപ്പൊ നോർമൽ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് എന്താ? ഇവിടെ നിങ്ങോട്ടേക്ക് കട എടുക്കുന്നു, ഇവിടെ 9, ഇവിടെ 9, ഇവിടെ 10 എഴുതും. 10-ൽ നിന്ന് 9 സബ്ട്രാക്ട് ചെയ്താൽ 1 കിട്ടി. 9-ൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലും 1 കിട്ടി. 9-ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്താൽ 4 കിട്ടി. ഇവിടെ 5 ഉണ്ടാവുള്ളൂ, 5, അല്ലെ? രണ്ട് ആൻസറും സെയിം ആണ്. പക്ഷെ ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യില്ല, കൂടുതലായിട്ട് വലിയ മിസ്റ്റേക്കുകളൊന്നും വരില്ല. ഇവിടെ മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുണ്ട്. സബ്ട്രാക്ഷനിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു, കുട്ടികൾക്ക് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കട എടുക്കാനുള്ളത്. അപ്പൊ അത് മാറി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ സബ്ട്രാക്ഷന്റെ ഒരുപാട് പ്രോബ്ലംസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്ന് 2 എക്സാമ്പിൾ കൂടെ ചെയ്തിട്ട് ഒരു മെത്തേഡ് വൈൻഡപ്പ് ചെയ്യും. ഇതിൽ വരുന്ന മറ്റൊരു എക്സാമ്പിൾ ആണ് 70,000 - 688 9. ഇത് സബ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. ഇപ്പൊ ചെയ്യേണ്ടത് എന്താ? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 1, 2 നമ്പറിൽ നിന്നും 1 സബ്ട്രാക്ട് ചെയ്യാം. 7000-ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 69999 അല്ലെ? 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 69,999. താഴെ നിന്നും 1 സബ്ട്രാക്ട് ചെയ്യാം, 6888 കിട്ടും, അല്ലെ? ഇവിടുന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക, ഇവിടെയും 1 സബ്ട്രാക്ട് ചെയ്യുക, ഇവിടെയും 1 സബ്ട്രാക്ട് ചെയ്യുക. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? 9 - 8 1, 9 - 8 1, 9 - 8 1, 9 - 6 3, ഇവിടെ 6. ആൻസർ കംപ്ലീറ്റ് ആയി. 63,111 കിട്ടും, അല്ലെ? ഇത് സബ്ട്രാക്ഷനിൽ നമ്മൾ ഈ ഒരു കടമെടുക്കുന്ന ഒരു മെത്തേഡ് മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് മാജിക് ഓഫ് സബ്ട്രാക്ഷൻ. നമ്മൾ ചില നമ്പേഴ്സിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, എന്നാലും കോമൺ ആയിട്ട് ഇങ്ങനെ വരുന്ന നമ്പേഴ്സിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എന്താണ്, സബ്ട്രാക്ഷൻ കുട്ടികൾക്ക് എളുപ്പമാവും. അത് കഴിഞ്ഞിട്ട് മറ്റൊരു മെത്തേഡിലേക്ക് പോകുമ്പോൾ അവർക്ക് ആ ഒരു കാൽക്കുലേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു മെത്തേഡുമായിട്ട് കാണാം. ബൈ.